മൂന്നാം വിവാഹത്തിനൊരുങ്ങുന്ന അന്ധനായ യാചകന് കൗൺസിലിംഗ് നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജീവനാംശം ആവശ്യപ്പെട്ടുള്ള കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി. യാചകനോട് ജീവനാംശം നിർദ്ദേശിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മൂന്നാം വിവാഹത്തിനൊരുങ്ങുന്നതിനിടെ ഒന്നാം ഭാര്യയാണ് കുറ്റിപ്പുറം സ്വദേശി സെയ്തലവിക്കെതിരെ ഹർജി നൽകിയത്. മുസ്ലിം പുരുഷന് ഏത് സാഹചര്യത്തിലും ഒന്നിലേറെ വിവാഹം കഴിക്കാമെന്നത് തെറ്റിദ്ധാരണയാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും വിചിത്രമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ജസ്റ്റിസ് പറഞ്ഞത്? കോടതി ഇതിൽ കൃത്യമായ നിയമം പറഞ്ഞിരിക്കുന്നു. നിയമം മാത്രമാണ് താൻ പാലിക്കുന്നതെന്ന വാദം ഹർജിക്കാരിയുടെ ഭർത്താവ് ഉന്നയിച്ചിരുന്നു. എന്നാൽ മുസ്ലിം പുരുഷന് ഏത് സാഹചര്യത്തിലും ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്നത് തെറ്റിദ്ധാരണാജനകമാണ് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. തുല്യനീതി സാധ്യമല്ലെങ്കിൽ ഒന്നിലേറെ വിവാഹം പാടില്ലെന്ന സന്ദേശമാണ് ഖുർആൻ നൽകുന്നത്. വെള്ളിയാഴ്ചകളിൽ പള്ളിയുടെ മുന്നിൽ ഭിക്ഷാടനം നടത്തിയും ചെറിയ ജോലികൾ ചെയ്തുമാണ് ജീവിക്കുന്നതെന്നും അതുകൊണ്ട് ഈ രണ്ടാം ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനാവില്ല എന്നതുമായിരുന്നു ഈ സെയ്തലവി എന്നയാളുടെ വാദം. എന്നാൽ പ്രതിക്ക് 25,000 രൂപ മാസവരുമാനമുണ്ട്. അതിൽ 10,000 രൂപ ജീവനാംശം ലഭിക്കണം എന്ന് ഹർജിക്കാരിയും ആവശ്യം ഉന്നയിച്ചിരുന്നു. ജീവിക്കാൻ ആരും ഭിക്ഷാടനം നടത്തില്ലെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും കോടതിയുടെയും സമൂഹത്തിന്റെയും കടമയാണ് എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്നു നീ എന്ന് തന്നെ ഞങ്ങൾക്കൊരു തമ്പുരാൻ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ വരികളും കോടതി ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്വൈത ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള മഹത്തായ പ്രാർത്ഥനയാണിത്. ഹർജിക്കാരിയെ ശാരീരികമായി പീഡിപ്പിക്കുന്ന വാദവും ഹർജിയിൽ